ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിമിത ഓവർ മത്സരങ്ങൾക്ക് താൽക്കാലികമായി ഇടവേള വന്നിരിക്കുകയാണ്. നിലവിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര കളിക്കുകയാണ് ഇന്ത്യൻ ടീം. ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര ഇംഗ്ലണ്ടിനെതിരെ ജനുവരി അവസാനമാണ്. ഇന്ത്യയുടെ T20 ടീമിൽ ഇടവേള ലഭിച്ചതോടെ സഞ്ജു സാംസണും ഇപ്പോൾ ഇടവേള ലഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പോരാട്ടങ്ങളും അവസാനിച്ചതിനാൽ സഞ്ജുവിന് ഇത് ഇടവേളയുടെ സമയമാണ്. ഇനി കുറച്ച് മാസങ്ങളായി തുടർച്ചയായി ക്രിക്കറ്റിൻ്റെ തിരക്കിലായിരുന്ന സഞ്ജുവിന് ഇപ്പോൾ ഇടവേള ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവേള സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷമാക്കുകയാണ് സഞ്ജു സാംസൺ. ദുബായിലാണ് സഞ്ജുവും സുഹൃത്തുക്കളുമുള്ളത്. മുൻ ഇന്ത്യൻ പേസറായ ശ്രീശാന്തും സഞ്ജുവിനൊപ്പമുണ്ട്. ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ചിത്രങ്ങൾ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. സഞ്ജു സാംസണിൻ്റെ കരിയർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വർഷമായാണ് 2024 കടന്നു പോകുന്നത്. ശ്രീശാന്തിന് ശേഷം ഇന്ത്യയുടെ T20 ലോകകപ്പ് കിരീടത്തിൻ്റെ ഭാഗമാകുന്ന മലയാളി താരമെന്ന റെക്കോർഡിലേക്കെത്താൻ സഞ്ജുവിന് സാധിച്ചു. കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ സജീവ താരമായി സഞ്ജു ഉണ്ടായിരുന്നു. പിന്നീട് സഞ്ജു സാംസണിന് സ്വപ്നതുല്യമായ അംഗീകാരങ്ങളാണ് ലഭിച്ചത്. പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്കിറക്കി. ഇതോടെ 3 സെഞ്ചുറികളാണ് T20യിൽ ഈ വർഷം സഞ്ജു നേടിയെടുത്തത്. T20യിൽ ഒരു വർഷം 3 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമാണ് സഞ്ജു. കൂടാതെ T20യിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറാനും സഞ്ജുവിന് സാധിച്ചു. എന്തായാലും താരമെന്ന നിലയിൽ സഞ്ജുവിൻ്റെ കരിയറിൽ നിർണായക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ വർഷം സാധിച്ചു. സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നിച്ചാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിൻ്റെ നായകനായി എത്തുന്നത്. സഞ്ജുവിൽ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. എന്നാൽ പ്രതീക്ഷിച്ച ബാറ്റിംഗ് പ്രകടനം സഞ്ജുവിൽ നിന്നുണ്ടായില്ല. പല മത്സരങ്ങളിലും നല്ല തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറാക്കി അത് മാറ്റാൻ സഞ്ജുവിന് സാധിക്കാതെ പോയി. എന്നാൽ സഞ്ജുവിന് കീഴിൽ കേരളം ചരിത്ര അട്ടിമറി നടത്തി. ശ്രേയസ് അയ്യരും അജിൻക്യ രഹാനെയുമെല്ലാം ഉൾപ്പെടുന്ന മുംബൈ ടീമിനെ കേരളത്തിന് അട്ടിമറിക്കാനായി. ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സഞ്ജു വലിയൊരു മികവ് കാട്ടിയില്ലെങ്കിലും നായകനെന്ന നിലയിൽ അദ്ദേഹം ശോഭിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിന് നോക്കൌട്ടിലേക്ക് മുന്നേറാനായില്ല. 6 മത്സരത്തിൽ 4ലും ജയം നേടാൻ കേരളത്തിന് സാധിച്ചിരുന്നു. 75, 19, 4, 31, 7 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങൾ. സഞ്ജു സാംസണിൻ്റെ പ്രകടനം ഇനി കാണാനാവുക ഇംഗ്ലണ്ട് പരമ്പരയിലൂടെയാവും. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണെ പ്രതീക്ഷിക്കാം. ഓപ്പണർ റോളിൽ സഞ്ജുവും യശസ്വി ജയ്സ്വാളും കളിക്കാനാണ് സാധ്യത. ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയാവും ഇംഗ്ലണ്ടിനെതിരെ ഇറങ്ങുക എന്നുറപ്പ്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ സഞ്ജുവിന് ഇംഗ്ലണ്ട് പരമ്പര മുതലാക്കേണ്ടതായുണ്ട്. അല്ലാത്തപക്ഷം ഏകദിനത്തിലേക്ക് സഞ്ജുവിന് മടങ്ങിയെത്തുക പ്രയാസകരമായിരിക്കും. എന്തായാലും സഞ്ജുവിന് ഇന്ത്യയുടെ T20 ടീമിൽ ഇപ്പോൾ നിർണായക സ്ഥാനമുണ്ട്. സ്ഥിരതയോടെ കളിക്കാനാവാത്ത പക്ഷം സഞ്ജു തഴയപ്പെടാനുള്ള സാധ്യതയും മുന്നിലുണ്ടെന്നതാണ് വസ്തുത. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.